മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ആരെ തീരുമാനിക്കുമെന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ അല്പസമയത്തിനകം നിയുക്ത MLA-മാരുടെ നിർണായക യോഗം ചേരും. യോഗത്തിന് മുന്നോടിയായി മുതിർന്ന നേതാക്കളുമായി AICC നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കൂടിക്കാഴ്ച നടത്തി. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി കടക്കാം. ഒന്നുമില്ല, പിന്തുണ എല്ലാവർക്കും പിന്തുണ. എന്നെ പിന്തുണക്കുന്ന ആളെയല്ല ഞാനും പിന്തുണക്കും. അത്രേ. അതാരെന്ന് പറയില്ല. അതാരെന്ന് പറഞ്ഞ അതിന്റെ രഹസ്യം പോയില്ലേ? ഏത് അങ്ങനെയാവാം, ഇങ്ങനെയാവാം, അങ്ങനെയും ഇങ്ങനെയും ആവാം. കേട്ടാ, എൻ്റെ അഭിപ്രായമൊക്കെ പറയാനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിലയിരുത്തലും കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ, അതുപോലെ എൻ്റെ ഒപ്പീനിയനെല്ലാം പാർട്ടിക്കും ജനങ്ങൾക്കും നന്മ വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ അങ്ങനെ ഒരു വളരെ ഓപ്പണായിട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് കൃത്യമായി എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു. ഇല്ല, ഹൈക്കമാൻഡിന്റെ തീരുമാനം എപ്പോഴും മാറാം. ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അതിന്റെ സാഹചര്യമനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കമാൻഡിനോട് ഒരു തീരുമാനത്തിന്റെ ഉറച്ചിരിക്കണമെന്ന് ആർക്ക് പറയാൻ കഴിയും? ഒരു പാർട്ടി എന്ന നിലയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോന്നിന്റെ പ്രാധാന്യം അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിന് ഹൈക്കമാൻഡിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ? അത് ഹൈക്കമാൻഡിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഹൈക്കമാൻഡാണ് എല്ലാത്തിനും അന്തിമം. ജനവികാരം കണക്കിലെടുക്കണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കമാൻഡ് ഇതെല്ലാം പരിശോധിച്ചായിരിക്കും തീരുമാനം എടുക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കോൺഗ്രസ് പ്രവർത്തകർക്കറിയാം, ഈ വിജയത്തിന്റെ ശില്പികൾ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനി പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി പദത്തിനായി MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നേതാക്കൾ. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിൽ UDF ഘടകകക്ഷി നേതാക്കളുമായും AICC നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകിട്ട് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന കാര്യത്തിൽ ലീഗ് VD സതീശന് വേണ്ടി സംസാരിക്കുമെന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. R. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരും. അതുപോലെ KPCC ആസ്ഥാനത്ത് നിന്ന് അലക്സ് റാം കൂടി ചേരും. ലീഗിൻ്റെ നിലപാടിനെക്കുറിച്ച് പറയാൻ വിനീഷ് കുമാർ നമുക്കൊപ്പം ഉണ്ടാകും. ആദ്യം ശ്രീജിത്തിലേക്ക് പറയൂ. R. ശ്രീജിത്ത്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്തെ താജ് വിവാൻഡ ഹോട്ടലിലാണ് ഉള്ളത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ഈ നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തുന്നത്. ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. VM സുധീരൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ AICC നിരീക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. ഇവരെല്ലാം തങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന കാര്യം, മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് അഭിപ്രായം നിരീക്ഷകരെ അറിയിച്ചു എന്നാണ് അറിയുന്നത്. VM സുധീരൻ നടത്തിയ പ്രതികരണം കേരളത്തിലെ ജനവികാരം എന്താണെന്ന കാര്യം താൻ അറിയിച്ചിട്ടുണ്ട്, തൻ്റെ അഭിപ്രായവും അറിയിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ PJ കുര്യൻ പറഞ്ഞത് ഇതിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ്. MLA-മാരുടെ പിന്തുണയ്ക്ക് പ്രസക്തിയുണ്ട്. കോൺഗ്രസിന് നിയമസഭാകക്ഷി നേതാവിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാരാണ് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ആ നേതാവാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. അതുകൊണ്ട് MLA-മാരുടെ പിന്തുണയ്ക്ക് ഭൂരിപക്ഷത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് ഇപ്പോൾ PJ കുര്യൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നേതാക്കൾ ഓരോരുത്തരായും തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു വരികയാണ്. K സുധാകരനാകട്ടെ തന്നെ പിന്തുണയ്ക്കുന്നവരെ താനും പിന്തുണയ്ക്കുമെന്ന ഒരു സമീപനം ആണ് ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഓരോ നേതാക്കന്മാരായി കൂടിക്കാഴ്ച നടത്തുന്നു. 10:30-ക്കാണ് നിയമസഭാകക്ഷി യോഗം ഇന്ദിരാഭവൻ KPCC ആസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.